യഥാർത്ഥത്തിൽ ഡേ 2 ആണ് വരേണ്ടത്. നിഖിലിന്റെ ചില കാരണത്താൽ കാണുമല്ലോ, ഇതറിയാൻ വേണ്ടി പോയതെന്നായിരുന്നു. അപ്പോൾ ഡേ 3 നമ്മൾ വീണ്ടും കൊല്ലമ്പുഴയിലേക്ക് പോവുകയാണ്. അപ്പൊ ഇന്നെങ്ങനെ പൊളിക്കണ്ടേ? പിന്നെ അതെ, എന്റെ കൂടെ കുറച്ച് കറിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. കഴിക്കാനല്ല, എന്റെ ചേച്ചിയുടെ വീട് അതിന്റെ അടുത്താണ്. അപ്പൊ പോണ വഴിക്ക് ഇതേപ്പിച്ചിട്ട് പോകാനാണ്. അങ്ങോട്ടൊന്ന് വണ്ടി പോലെ ഇന്ന് 5 തെങ്ങ് പെട്രോൾ പമ്പ് മാത്രമേ ഉള്ളായിരുന്നു, ഫോർ യുവർ ഇൻഫർമേഷൻ. അപ്പോൾ നമ്മൾ ഓട്ടസ്ഥലത്ത് എത്തിയിട്ട് കാണാം. നമ്മൾ റീച്ച് ചെയ്ത ലൊക്കേഷൻ 2ാം ദിവസം. ഇന്ന് നല്ല ക്ലൈമറ്റാണ്, നല്ലൊരു ഈവനിങ് ആണ്. ഇവിടെ ഫുള്ള് നല്ല ലൈറ്റിങ് എല്ലാം ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ താമസിച്ചാണ് വന്നത്. വളരെ ഇന്നിവിടെ പിള്ളേരൊക്കെ ക്രിക്കറ്റൊക്കെ കളിക്കുന്നു. അപ്പോൾ സൈഡിൽ സ്റ്റമ്പൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഓടുന്ന വേളയിൽ അതെല്ലാം കാണാം. ഓക്കെ, കുറച്ചൊരു സ്കേറ്റിങ്ങിന് വന്നിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു അവരുടെ പരിപാടി. ഇനി നമ്മുടെ പരിപാടി നമ്മൾ തുടങ്ങട്ടെ. എന്താണ് പറയാനുള്ളത്? ഇന്ന് കഴിഞ്ഞ റൗണ്ട് 4 റൗണ്ടാണ് കംപ്ലീറ്റ് ആക്കിയത്. ഇന്ന് 5 റൗണ്ടിനാണ് ഓട്ടം. അതെ, പരിശ്രമിച്ച് നോക്കാമല്ലേ. പിന്നെ അങ്ങനെ വാമപ്പെല്ലാം കഴിഞ്ഞ് നമ്മൾ നിൽക്കുകയാണ് ഗൈസ്. നോക്കൂ, വിജനമായ സ്ഥലം. കുറച്ച് പേർ ഈവനിങ്ങിൽ സൊറ പറയാനായിത്തിരിക്കുകയാണ്. എന്തെങ്കിലും പറയൂ. പറയാനൊന്നുമില്ല, പ്രവർത്തിക്കാനേ ഉള്ളൂ. പോവുകയാണ് റൗണ്ട് നമ്പർ 1. ഇവിടെ ക്രിക്കറ്റ് മാത്രമല്ല ഗൈസ്, ഫുട്ബോൾ കൊണ്ട് പയ്യന്മാരൊരു കിടിലൻ ഗ്രൗണ്ടാക്കി മാറ്റിയിരിക്കുകയാണ് റോഡിനെ, അല്ലേ ഗൈസ്? 1ാം റൗണ്ട് അവസാനിച്ചു, 2ാം റൗണ്ടിലേക്ക് കിടക്കുന്നു. ഷൂ കഴിഞ്ഞ് എന്ന വ്യാജാന സങ്കീർത്തോടെ നിൽക്കുകയാണ് ഗൈസ്. നിങ്ങൾക്ക് കാണാമോ? റൗണ്ട് നമ്പർ 3 ഓടുകയാണ്. ബാക്കിലുണ്ട് സങ്കീർത്ത്. 4 റൗണ്ടായി ഗൈസ്. ഒരു 6 റൗണ്ട് അല്ലെങ്കിൽ ഒരു റൗണ്ടെങ്കിലും നമ്മൾ ഓടും, അല്ലേ? സങ്കീർത്തൊന്നും പറയുന്നില്ല, അതിനകത്ത് തീരൊന്ന് പേടിച്ച്. 5ാമത്തെ റൗണ്ടിൻ്റെ അവസാനമാണ് ഗൈസ്. തളർന്നു ഏകദേശം 2 പേരും. ഇത് അവിടെ എത്തുമ്പോൾ 5ാമത്തെ റൗണ്ട് അവസാനിക്കും. സങ്കീർത്തം പോകുന്നു. അത് അവസാനിച്ചു ഗൈസ്. 5 റൗണ്ട് അവസാനിച്ചു. സ്റ്റാർട്ടിംഗ് പോയിന്റെത്തി. എന്താണ് പറയാനുള്ളത്? പറയും. 1 റൗണ്ട് നമ്മൾ അധികം ഓടി. ഞാൻ നേരത്തെ പറഞ്ഞ ക്രിക്കറ്റ് ഗ്രൗണ്ട്, പിള്ളേർ സെറ്റാക്കിയ ഗ്രൗണ്ട്. ഇവിടെ നിന്ന് കളിച്ചാൽ സൂപ്പറായിരിക്കും. ഔട്ട്ലൈൻ വേണ്ട, 2 സ്ഥലത്തിൻ്റെ വേടുകളുണ്ട്. സൂക്ഷിച്ച് കളിച്ച് കഴിഞ്ഞാൽ സെറ്റ് സ്ഥലം. നമ്മൾ 5 റൗണ്ട് ഓടിയിട്ട് നിർത്തുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം 4 ആയിരുന്നു, തവണ 5 വഴി നിർത്തണം. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ ഡിഫിക്കൽട്ട് എടുക്കുന്ന 2ാമത്തെയോ 3ാമത്തെയോ ദിവസമാണെന്ന് തോന്നുന്നു, അല്ലേ? ആയിരിക്കും. ആദ്യത്തെ ദിവസം ഭയങ്കര കുറച്ച് എളുപ്പമായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ശരീരമെല്ലാം വേദന, നടുവേദന. സങ്കീർത്തിന് 30 കഴിഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. വേദനയൊന്നുമില്ല, ഫിറ്റ്നസ് ഫ്രീക്ക് ആയതുകൊണ്ട്. അതെ, ഫിറ്റ്നസ് കണ്ടിരുന്നു. ആദ്യ ദിവസം പാടായിരുന്നു, ഇന്ന് വലിയ പ്രശ്നമൊന്നുമില്ല. അതെ 5 റൗണ്ട് കൂളായിട്ട് ഇനി ഒരു 5 റൗണ്ട് ഓടാണ് സ്റ്റാമിന. അതെ അതിന്റെ വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് ഓടുന്നില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് പിന്നെ കാണാം ഗൈസ്.